വെൽക്കം ടു QA ഫോക്കസ്. സീക്വൻസസ് ആൻഡ് സീരീസിനകത്ത് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. +1 മാത്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒരു പാറ്റേൺ തന്നിട്ടുണ്ടാവും. അതനുസരിച്ചുള്ള ഫസ്റ്റ് 3 ടേംസോ 4 ടേംസോ 5 ടേംസോ ഒക്കെ ഒന്ന് എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. തന്നിരിക്കുന്ന നോക്കിയേ, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസസ്. തന്നിരിക്കുന്ന സീക്വൻസ് വെച്ചിട്ട് അതിനകത്ത് വരുന്ന ആദ്യത്തെ 3 ടേംസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പം 2 എണ്ണം തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് 3 എണ്ണം എഴുതണം, ഇതിൻ്റെ അകത്ത് നിന്ന് 3 എണ്ണം എഴുതണം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ എ എൻ എന്ന് പറയുന്നത് എന്ത് ടേമാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2n + 3 തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 3 ടേം എന്ന് പറയുമ്പോൾ നമുക്ക് A1, A2, A3 ഇത് 3 നമുക്ക് എഴുതേണ്ടത്. A1, A2, A3. അപ്പോൾ ഇവിടെ A1 എന്ന് പറയുമ്പം തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് 2n + 3 ആണ്. 2നകത്ത് n വരുന്നിടത്ത് 1 ഇട്ട് കൊടുക്കുക, +3. ദാറ്റ് ഈക്വൽ ടു 2 + 3 വരുമ്പോഴത്തേക്കും 5 വരും. A2 2 × 2 + 3 4, 4 + 3 7. അടുത്ത് വരുമ്പം A3 ദാറ്റ് ഈസ് 2 × 3. എന്നിൻ്റെ പ്ലേസിൽ 3 ഇട്ട് കൊടുക്കുക, +3. 6 + 3 9. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിനകത്തെ ആദ്യത്തെ 3 ടേംസ് ഏതൊക്കെയാണ്? 5, 7, 9. ഇതായിരിക്കും റിക്വയർഡ് സീക്വൻസ്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട സീക്വൻസ്. ക്ലിയർ ആയോ? അതേപോലെ തന്നെ എൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കിക്കേ. an = n - 2/4 ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം A1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. A1 = n - 2/4. n എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? A1 ആണ്, 1 ആണ്. 1 - 2/4 ദാറ്റ് ഈസ് -1/4 എന്ന് വരും. -1/4. ഇനി A2ലേക്ക് വരുമ്പോഴോ, A2 = 2 - 2/4 ആണ്. 2 - 2 എന്ന് പറയുമ്പോൾ 0/4 ദാറ്റ് ഈക്വൽ ടു 0. A3 3 - 2/4. 3 - 2 എന്ന് പറയുമ്പോൾ 1 വരും, 1/4 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സീക്വൻസ് ഫസ്റ്റ് 3 ടേംസ് ഏതൊക്കെയാണ് വരുന്നത് ഈ സീക്വൻസിനകത്തെ? -1/4, 0, 1/4. ക്ലിയർ ആയോ? ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ഇതാണ്. സീക്വൻസ് തന്നിട്ട് അതിനകത്തെ ഏതെങ്കിലുമൊക്കെ ടേംസ് എഴുതാനായിട്ട് ചോദിക്കാം. ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കേ. ഫസ്റ്റ് 3 ടേംസ് തന്നെയാണ്. സീക്വൻസ് തന്നിട്ടുണ്ട്. A1 = 1, an = an - 1 + 2 for n > 2 തന്നിട്ടുണ്ട്. നേരത്തെ കണ്ട അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മാത്രം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് പെട്ടെന്ന് നേരിട്ടിട്ട് കൊടുത്താൽ ഉടൻ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വാല്യൂ കിട്ടുന്നില്ല. കുറച്ചും കൂടി നമ്മളൊന്ന് ആലോചിച്ച് ചെയ്യണം. സിമ്പിളാണ്. പക്ഷേ A1 നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം A1 = 1 തന്നിട്ടുണ്ട്. an = an - 1 + 2 എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് A2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. n - 1 is 2 - 1 + 2. That equal A2 - 1 is A1 + 2.
A1 ആരായിരുന്നു? 1 ആണല്ലേ. ഇവിടെ 1 + 2 = 3 എന്ന് വരും. ഇതേപോലെ തന്നെ നമുക്ക് A3 കിട്ടുമല്ലോ. A3 എന്ന് പറയുമ്പോഴത്തേക്കും A3 - 1 + 2. 3 - 1 എന്ന് പറയുമ്പം A2 + 2 എന്ന് വരും. A2 എത്രയായിരുന്നു? 3 ആയിരുന്നു അല്ലേ. 3 + 2 = 5. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് എഴുതാം. ഈ സീക്വൻസിനകത്ത് ആദ്യത്തെ 3 ടേംസ് ഏതൊക്കെയാണ്? A1 നമുക്ക് തന്നിട്ടുണ്ട് 1 ആണെന്ന്. A2 നമുക്കിവിടെ കിട്ടി 3. A3 എന്ന് പറയുന്നത് 5 ആണ്. ഇതായിരിക്കും റെക്കോർഡ് സീക്വൻസ്. ക്ലിയർ? ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള പാർട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. GP. GP is geometric progression. Geometric progression. A1, A2, A3 ഒരു സീക്വൻസ് എഴുതുകയാണ്. ഈ സീക്വൻസ് ജിയോമെട്രിക് പ്രോഗ്രഷനിലാകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തെ ടേംസ് ഒന്നും തന്നെ 0 ആയിരിക്കരുതും. അതേപോലെ an+1/an എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കണം. അതായത് an+1/an. A3/an എന്ന് പറയുമ്പോൾ എന്ത് വരും? A2 അല്ലേ. കാര്യം എന്താ? ഇവിടെ n+1 ആണ്. n+1 3 ആണ്. അപ്പോൾ n ആരാ? 2 ആയിരിക്കണം. A2. ദാറ്റ് ഈക്വൽ ടു A4. n+1 4 ആണ്. അപ്പോൾ n ആരാ? 3 ആണ് അല്ലേ. 3 + 1 ആണ് 4 ആവുന്നത്. A3. അതേപോലെ A5/A4. എന്ത് തന്നെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടണം? സെയിം വാല്യൂ തന്നെ കിട്ടണം. ഈ സെയിം വാല്യൂവിനെ അല്ലെങ്കിൽ ഈ കോൺസ്റ്റന്റിനാണ്, ഈ കോൺസ്റ്റന്റിനെ പറയുന്നതാണ് കോമൺ റേഷ്യോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഫൈൻഡ് ദി കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് A1 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടേം. അത് 5/2 ആണ്. A2 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്, 5/4 ആണ്. തേർഡ് ടേം എന്ന് പറയുന്നത് 5/8 ആണ്. എനിക്കിവിടെ കോമൺ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കോമൺ റേഷ്യോ കിട്ടാനായിട്ട് R = A2/A1. A2/A1 എന്ന് പറയുമ്പം A2 എന്ന് പറയുന്നത് 5/4 ആണ്. A1 is 5/2. ദാറ്റ് ഈസ് 5/4 ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായിരിക്കും എളുപ്പം. 5 കട്ടാവും. 2ഉം 4ഉം കൂടി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ കിട്ടുന്നത് 1/2. കോമൺ റേഷ്യോ 1/2. ഇനി A3/A2 ചെയ്താലും നമുക്ക് ഇതേ വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. ഒരു മാറ്റവും ഇല്ല. A3/A2 ചെയ്താലും നമുക്ക് കിട്ടുന്നത് സെയിം വാല്യൂ തന്നെയായിരിക്കും. ഇതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കോമൺ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. ഇവിടെ ഒരു സീക്വൻസ് നോക്കാം. 1 3 9 27 അങ്ങനെ അങ്ങ് പോവുകയാണ്. ഇതിൻ്റെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് R = A2/A1. 3/1 ദാറ്റ് ഈസ് 3 ആണ്. ഇത് A1 A2 A3 A4 അങ്ങനെ അങ്ങ് പോവുകയാണ്. ഈ A1 എന്ന് പറയുന്നത് 1 ആണ്. A2 എന്ന് പറയുന്നത് 1 × 3 ആണ്. A3 എന്ന് പറയുന്നത് 1 × 3² ആണ്.
3 സ്ക്വയർ 9 ആണ്. ഇവിടെ വരുമ്പോഴോ 1 × 3 ക്യൂബാണ്. അതായത് A1 എന്ന് പറയുന്നത് A ആണെങ്കിൽ A2 എന്ന് പറയുന്നത് A × 3 എന്ന് പറയുന്നത് ഇവിടുത്തെ കോമൺ റേഷ്യോ ആയിരുന്നു അല്ലേ. അപ്പോൾ A × R എന്ന് എഴുതാം. അപ്പോൾ A3യോ AR², A4ഓ AR³. അങ്ങനെയാണെങ്കിൽ AN എന്ന് പറയുന്ന ടേം എന്തായിരിക്കും? AN എന്ന് പറയുന്ന ടേം ഇവിടെ നോക്കിയേ, സ്ക്വയർ വന്നപ്പം പവർ 1, ക്യൂബ് 3 വന്നപ്പം സ്ക്വയർ അല്ല 2 വന്നപ്പോഴത്തേക്കും AR⁻1 ആണ്. 3 വന്നപ്പം ഇവിടെ സ്ക്വയർ ആണ്. 4 വന്നപ്പം ക്യൂബാണ്. അതായത് പവർ 1 ഇവിടെ എന്താണോ വരുന്നത് അതിൻ്റെ 1 കുറച്ച് എഴുതിയാൽ നമുക്ക് ഈ ടേം കിട്ടും. ഇവിടെ 2 അതൊന്ന് കുറച്ച് എഴുതുമ്പോഴത്തേക്കും A2 കിട്ടും. അതുപോലെ ഇവിടെ 3 അതൊന്ന് കുറച്ച് എഴുതി, അപ്പോൾ നമുക്ക് ആ ടേം കിട്ടി. അങ്ങനെയാണെങ്കിൽ AN എന്ന് പറയുന്നത് എന്തായിരിക്കും? AR⁻n−1 ആയിരിക്കും. ഇതാണ് ജനറൽ ടേം. AN = AR⁻n−1. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്, പഠിച്ചിട്ടോണം. AN = AR⁻n−1. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ 6th ടേം ഓഫ് ദി GP 1/2, 1/4, 1/8 സോ ഓൺ. ഇവിടെ നമുക്ക് 6th ടേം ഏതാണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 6th ടേം എന്ന് പറയുമ്പോഴത്തേക്കും A6 ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. നമുക്കറിയാം AN എന്ന് പറയുന്നത് AR⁻n−1 ആണ്. അങ്ങനെയാണെങ്കിൽ A6 എന്ന് പറയുന്നത് AR⁵5 ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ. ഇനി ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം R എന്താണെന്നുള്ളത് നമുക്ക് കിട്ടണം. R ഫൈൻഡ് ഔട്ട് ചെയ്യാം. A2/A1 അല്ലേ. A2/A1 ചെയ്താൽ മതി. A2 എന്ന് പറയുന്നത് 1/4 ആണ്. A1 എന്ന് പറയുന്നത് 1/2 ആണ്. പെട്ടെന്ന് ചെയ്യാനായിട്ട് അത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 1/4 × 2/1. 2ഉം 4ഉം കൂടി കട്ടാക്കിയിട്ട് 1/2 എന്ന് കിട്ടും. R എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പം ഇവിടെ = A 1/2 ആണ്. R എന്ന് പറയുന്നത് 1/2 ആണ്. whole⁵5 ആണ്. ദാറ്റ് = 1/1/5 is 1 തന്നെ അല്ലേ. 2 × 2⁵5 എന്ന് വരും. ഇത് 2⁵5, ഇവിടെ 2 ഉണ്ട്. 1/5 1 തന്നെയാണ്, അത് വെറുതെ എഴുതി. ദാറ്റ് ഈസ് 1/2⁶ എന്ന് വരും. 1/2⁶ എന്ന് പറയുന്നത് 1/2⁶ is 64. 2⁶ is 64. 4, 8, 16, 32 അത് തന്നെ ശരിയാ. 1/64. ഇത് നെക്സ്റ്റ് പാറ്റേൺ ആണ്. നമുക്ക് സീക്വൻസ് തന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പറഞ്ഞത് ഫസ്റ്റ് എന്ന് പറയുന്നത് സീക്വൻസ് തന്നിട്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ടേമായിട്ട് നമുക്ക് തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ആദ്യത്തെ 3 ടേം 5 ടേം ഒക്കെ എഴുതാനായിട്ട് നമുക്ക് ചോദിക്കാം. പിന്നെ കോമൺ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. ദെൻ
സീക്വൻസിനകത്തെ ഏതെങ്കിലും ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. 6th ടേം, 20th ടേം, 80th ടേം, 15th ടേം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ടേം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരാം. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫൈൻഡ് ദ nth ടേം ഓഫ് ദി സീക്വൻസ്. ഇവിടെ 6th ടേം ആണ് ചോദിച്ചത്, ഇവിടെ ജനറൽ ടേം ആണ്. nth ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പഠിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യനും കൂടി ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ പഠിക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും, എക്സാമിന് റിവൈസ് ചെയ്യാനും എളുപ്പമായിരിക്കും, എക്സാം പ്രിപ്പയർ ചെയ്യാനും എളുപ്പമായിരിക്കും. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് എക്സാം എഴുതാനും എളുപ്പമായിരിക്കും അല്ലേ? ഓക്കെ, നോക്കിയേ. ഫൈൻഡ് ദ nth ടേം ഓഫ് ദി സീക്വൻസ്. 3, 9, 27 അങ്ങനെ അങ്ങ് പോവുകയാണ്. നമുക്ക് nth ടേം ആണ് കിട്ടേണ്ടത്. nth ടേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം an is equal to ar raised to n minus 1 ആണ്. a നമുക്കറിയാം 3 ആണ്, ക്വസ്റ്റ്യനുണ്ട്. r ഫൈൻഡ് ഔട്ട് ചെയ്യണം. 9/3 ആണ്, ദാറ്റ് ഈസ് 3. ഇനി എളുപ്പം. a എന്ന് പറയുന്നത് 3 ആണ്, r എന്ന് പറയുന്നത് 3 ആണ്, 3 raised to n minus 1 ആണ്. 3 into 3 raised to n minus 1, that equal 3 raised to n minus 1. ഇതും 3 raised to 1 എന്നല്ലേ മീനിങ്? പവർ ആഡ് ചെയ്താൽ മതിയല്ലോ അല്ലേ? അപ്പം 3 raised to n minus 1ൻ്റെ കൂടെ ഈ 1ഉം കൂടി ആഡ് ചെയ്യുക. that equal 3 raised to n. ഈ സീക്വൻസിനകത്ത് nth ടേം എന്ന് പറയുന്നത് 3 raised to n ആയിരിക്കും. അടുത്തതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസേർട്ട് ടേംസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ടേംസ് എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. ഇൻസേർട്ട് 4 numbers between 2 and 486 so that the sequence is GP. തന്നിരിക്കുന്ന സീക്വൻസ് GP ആകാനായിട്ട് 2നും 486നും ഇടയ്ക്ക് 4 ടേംസ് അല്ലെങ്കിൽ 4 നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ എഴുതിയാൽ പോരാ, എഴുതി കഴിയുമ്പം അതെന്തായിട്ട് വരണം? GP ആയിട്ട് തന്നെ വരണം. 2 2 3 4 ഓക്കെ 486. ഇത് A2, A3, A4, A5. ഇത് ഫസ്റ്റ് ടേം A1. ഇത് 5th ടേം അല്ല, 5th അല്ല 6th ടേം അല്ലേ? 2 3 4 5 6 ഓക്കെ. ഇത് A6 ആണ്, 6th ടേം ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 5th, 6th ടേം ആണ്. അങ്ങനെയാണെങ്കിൽ A6 ഈക്വൽ ടു AR raised to 5 ആണ് A6 എന്ന് പറയുന്നത്. ശരിയാണോ? നമ്മളിവിടെ എത്രയാണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒന്ന് കുറച്ച് പവറിൽ എഴുതിയാൽ മതി. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. AR, AR സ്ക്വയർ, AR ക്യൂബ്. AR ക്യൂബ് എന്ന് പറയുന്നത് A4 ആയിരിക്കും. R സ്ക്വയർ എന്ന് പറയുന്നത് A3 ആയിരിക്കും. അപ്പോൾ ഇവിടെ A6 എന്ന് പറയുമ്പോഴത്തേക്കും AR raised to 5 ആണ്. ദാറ്റ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 486 ആണെന്ന്. A നമുക്കറിയാം 2 ആണ്. അപ്പോൾ 2 into R raised to 5 എന്ന് പറയുന്നതാണ് 486. R raised to 5 എന്ന് പറയുന്നത് 486/2, ദാറ്റ് ഈക്വൽ ടു 243.
r⁵ ആണ് 243 എന്ന് കിട്ടിയിരിക്കുന്നത്. ഏത് നമ്പർ r⁵ ആണ് 243 കിട്ടുന്നതെന്ന് നമുക്കറിയണം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് 243 നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. എളുപ്പം ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നോക്കുക. അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 3 വെച്ച് പറ്റും. 81 3 27 3 9 3 3 അല്ലേ? അതായത് ഇവിടെ കിട്ടിയിരിക്കുന്നത് 3⁵ ആണ് അല്ലേ? 1 2 3 4 5. 3⁵ എന്ന് പറയുന്നതാണ് ആര്? 243. r⁵ എന്ന് പറയുന്നത് 3⁵ ആണ്. അങ്ങനെയാണെങ്കിൽ r = എത്രയാ? 3 ആണ്. r = 3 ആണ്. ഇനി നമുക്ക് എളുപ്പമാണ്. A2 കിട്ടണം അല്ലേ? A2 എന്ന് പറയുമ്പോൾ AR ആണ്. A എന്ന് പറയുന്നത് 2 ആണ്. 2 × 3 6. A3 r² ആണ്. 2 × 3² വരും. 2 × 9 അല്ലേ? 2 × 9 18 വരും. A4 AR³ ആണ്. AR³ ആണ്. AR³ എന്ന് പറയുമ്പോൾ 2 × 3³ 2 × 3³ എന്ന് പറയുമ്പോൾ 3³ എന്ന് പറയുന്നത് 27 ആണ്. 2 × 27 that is 54. Next A5 AR⁴. 2 × 3⁴. 3⁴ എന്ന് പറയുന്നത് 81 ആണ്. അപ്പോൾ 2 × 81 എന്ന് പറയുമ്പോഴത്തേക്കും 162. നമുക്കിപ്പോൾ എല്ലാ ടേംസും കിട്ടി. A2 A3 A4 A5. ഇതുപോലെ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സീക്വൻസിനകത്ത് മിസ്സിംഗ് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് 3 or 4 ടേംസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ച് കാണാറുണ്ട്. അതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ടൈപ്പിനകത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 2 ടേംസ് തന്നിട്ടുണ്ടായിരിക്കും. അതല്ലാത്ത വേറൊരു ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറയും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 3rd ടേമും 6th ടേമും തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 10th ടേമാണ്. ഏതെങ്കിലും 2 ടേം തരിക, അതൊന്നും അല്ലാത്ത വേറൊരു ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറയുക. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ടേം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. A3 = AR² = 24. 6th ടേം is A6 ആണ്. AR⁵. AR⁵ എന്ന് പറയുന്നത് 192 ആണ്. ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യാം. A6നെ A3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എപ്പോഴും വലിയ ടേമിനെ ചെറിയ ടേം കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. A വലിയ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എഴുതിയിരിക്കുന്നതിനകത്ത് വലുത് വരുന്നതാണ്. 3rd ടേം 6th ടേം. അപ്പോൾ 6th ടേമിനെ 3rd ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. AR⁵ by AR².
എ ക്യാൻസലാവും. r⁵5/r² ചെയ്യുമ്പോൾ നമുക്കിവിടെ r³ എന്ന് കിട്ടും. r³ എന്ന് കിട്ടും. ഇനി ടേംസ് ഏതാ വരുന്നത്? 192/24 അല്ലേ? 192/24. ഓക്കെ, ഇത് ഇവിടെ കിടന്നോട്ടെ. ഞാൻ അത് മാത്രമായിട്ട് അങ്ങ് പറഞ്ഞു പോയി. നമുക്ക് രണ്ട് സൈഡ് ഒരേപോലെ അങ്ങ് ചെയ്തു പോകാം. അതാണ് നമുക്ക് എളുപ്പം സൊല്യൂഷനിലെത്താൻ. a6/a3 = ar⁵5/ar² that equal to 192/24. എ ക്യാൻസലായി. r⁵5/r² എന്ന് പറയുന്നത് r³ ആണ്. ദാറ്റ് ഈക്വൽ ടു 192/24 8 അല്ലേ? 8 32 16 19 അത് തന്നെ 8 ടൈംസ് ആണ്. r³ 8 ആണ്. അപ്പോൾ r എത്രയാ? 2 ആണ്. r എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി ഇവിടെ 10th ടേം ആണ് നമുക്ക് കിട്ടേണ്ടത്. a10 ആണ്. a10 എന്ന് പറയുന്നത് r⁹9 ആണ്. r⁹9 ആണ്. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ r നമുക്കിവിടെ കിട്ടി, ഓക്കെ ആണ്. പക്ഷെ a കിട്ടിയോ? ഇല്ല. അപ്പം നമ്മൾ എയും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. എയും കൂടി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എ കിട്ടാനായിട്ട് എളുപ്പമാണ്. a³ എന്ന് പറയുന്നത് ar⁵2 ആണ്. അത് നമുക്ക് 24 തന്നിട്ടുണ്ട്. a into r is 2, that is 2 square is equal to 24, or a equal to 24/4, that equal 6. 4 വരുന്ന ഇവിടുന്ന് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? അപ്പോൾ ആ 4നെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്കും 24/4 ദാറ്റ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തും കിട്ടി? എ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടി. എയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, എയുടെ വാല്യൂ കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ a10ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എ എന്ന് പറയുന്നത് 6 ആണ്. r എന്ന് പറയുന്നത് 2 ആണ് കിട്ടിയത്. 2⁹9, ദാറ്റ് ഈസ് 6 into 512 ആണ്. 2⁹9, 6 into 512. ഇത് സിംപ്ലിഫൈ ചെയ്ത ആൻസറായി. 512നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതെങ്കിലും 2 ടേം തന്നിട്ട് മൂന്നാമത്തെ ഒരു ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഇതിനകത്ത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇതിനകത്ത് ചോദിച്ചു വരുന്ന പാറ്റേൺസ് എല്ലാം തന്നെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 or 4 മാർക്ക് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ചില നമ്പർ ഓഫ് ടേംസ് ചിലപ്പം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അതൊരു 4 മാർക്ക് ആയിരിക്കും. ഇപ്പോൾ ഒരു 3 ടേമൊക്കെയാണ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് വരുന്നെങ്കിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. 3 or 4 മാർക്ക് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഈ തന്നിരിക്കുന്നതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കോമൺ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതും സീക്വൻസ് തന്നിട്ട് അത് ഫസ്റ്റ് 3 ടേംസ് ഒക്കെ എഴുതാനുള്ളതൊക്കെ ചോദിക്കുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് നമ്മൾ നോക്കി. എക്സാം പാറ്റേണിൽ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ, എക്സാമിനകത്ത് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ? ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ഒരു ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, സബ്സ്ക്രൈബ്. താങ്ക് യു.